ഇത് വണ്ടി വിക്ടോറിയസാണ്. അപ്പോൾ ഈ വണ്ടിക്ക് വിക്ടോറിയസിന് മാനുവലാണ് ബെറ്റർ എന്ന് ഞാൻ പറയും, ഓടിക്കാൻ രസമെന്ന് ഞാൻ പറയും. ഓടിക്കാൻ ബെറ്റർ എന്ന് ഉദ്ദേശിച്ചാൽ അത് പവർഫുള്ളാണെന്ന് അർത്ഥമില്ല. 103.6 PS പവറും 139 Nm ടോർക്ക് എന്ന് പറയുന്നത് വലിയ ഒരു നമ്പേഴ്സ് അല്ല. സ്റ്റിൽ ദേ ഇൻ ഗിയർ ആക്സലേഷൻ 25 km നാലാമത്തെ ഗിയറിൽ പോകണു. കണ്ടോ എന്തിനാണ് ഓട്ടോമാറ്റിക്? നിർത്തി, ഫുള്ളായിട്ട് നിർത്തി. തേർഡ് ഗിയറിലാണ്. തേർഡ് ഗിയറില്ല, സെക്കൻഡ് ഗിയറിൽ എടുക്കാൻ പറ്റും. നോക്കാം. ദേ സെക്കൻഡ് ഗിയർ എടുക്കുകയാണ്. ഏയ് 139 Nm മോർ ദാൻ ഇനഫ്. ഈ തേർഡ് ഗിയറിലോ? തേർഡ് എടുക്കണോ? വണ്ടിയെ പണിയിപ്പിക്കില്ല, നല്ല എടുത്ത് നോക്കാം. ഏയ് തേർഡ് ഗിയറിൽ. അപ്പോൾ ഇതൊരു ബ്യൂട്ടിഫുൾ കാറാണ് എന്ന് ഞാൻ പറയില്ല, പക്ഷേ ഇതൊരു പ്രാക്ടിക്കൽ കാറാണെന്ന് ഞാൻ പറയും. ഇതിപ്പോൾ നിങ്ങൾ ബേസ് മോഡൽ വാങ്ങിയാലും മതി ഈ മാനുവൽ ഓടിക്കാനുള്ളൊരു ഫണ്ട് കിട്ടാനായിട്ട്. ഫണ്ടെന്ന് പറയുമ്പോൾ ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫണ്ണാണ്. ഇപ്പോൾ നിങ്ങൾക്ക് 0 to 100 under 10 seconds ഒന്നും ഈ വണ്ടിക്ക് കിട്ടില്ല. അതുപോലെ പറന്ന് കയറി പോകാൻ പറ്റില്ല. അതുപോലെ ഓവർടേക്ക് ചെയ്യാനായിട്ട് അങ്ങനെ കാല് കൊടുത്ത് കയറി പോകാൻ പറ്റില്ല. അതിന് പ്ലാൻ ചെയ്യേണ്ടി വരും. ഓക്കെ, എല്ലാം ശരിയാണ്. പക്ഷേ ഡ്രൈവബിലിറ്റി എന്ന് പറഞ്ഞാൽ മികച്ച ഡ്രൈവബിലിറ്റി ഉള്ളൊരു വണ്ടിയാണ് ഈ വിക്ടോറിയസ് എന്ന് പറയും. അത് മാരുതിയുടെ എഞ്ചിൻ്റെ ഒരു സ്വഭാവമാണ്. അത് വിക്ടോറിയസിൽ കുറച്ചും കൂടി വണ്ടി ഒന്നും കൂടി ഒരിത്തിരി കൂടി ലൈറ്റ് ആയിട്ടുണ്ട്, ഒരിത്തിരി കൂടി എഫേർട്ട്ലെസ് ആയിട്ടുണ്ട്, ഒരിത്തിരി കൂടി സുഖമുണ്ട് ഓടിക്കാനുണ്ട്. സുഖം എന്ന വാക്ക് തന്നെ പറയാം.